ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഇഡ്ഡലി സാമ്പാർ വെക്കുന്നത് കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ആവശ്യത്തിനുള്ള പരിപ്പ് വെള്ളം ചേർത്ത് കുക്കറിൽ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോ കുക്കറിനും അനുസരിച്ച് വിസിലിൻ്റെ അളവ് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ തേങ്ങ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് ചുവന്നപരിപ്പും കൂടി ഇട്ട് വറക്കുന്നുണ്ടത്. ഈ വറക്കുമ്പോഴുള്ള പരിപ്പിടൽ അത് നിർബന്ധമൊന്നുമില്ല, എല്ലാവരും ഇടലുമില്ല, പക്ഷെ നമ്മൾ ഇടലുണ്ട്. പിന്നെ ഈ അമ്മ ഇതും പിടിച്ച് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മറ്റേ തുണി പിടിച്ചിട്ടേ വറക്കാൻ പറ്റുള്ളൂ, അതൊന്നും പിടിച്ച് വറക്കാൻ പറ്റില്ല എന്ന് കാണിക്കാനാണ് അമ്മ അതും പിടിച്ച് നിന്നത്. പിന്നെ അത് നന്നായിട്ട് വറക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇഡലി രാവിലെ ആയിട്ടുണ്ടായിരുന്നു, എണീക്കുന്നതിന് മുമ്പേ അമ്മ ഇഡലി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇത് വറുത്തൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ആവുന്നത് വരെ നല്ലോണം നമ്മൾ കരിഞ്ഞു പോകാൻ പാടില്ല, നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഇളക്കുക അത് തന്നെ. പിന്നെ തേങ്ങ വറുത്ത് ബ്രൗൺ കളർ നന്നായിട്ട് കരിയാൻ പാടില്ല. അതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ആദ്യം നന്നായിട്ട് മിക്സ് ആക്കുക. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുക്കുന്ന സാധനം ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല, ക്യാമറ ഓൺ ആക്കാണ്ട് ഓണായി എന്ന് വിചാരിച്ച്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പം അതവിടെ മാറ്റി വെച്ച് തണിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പരിപ്പ് വിസിലടിച്ചതിന് ശേഷം തുറന്ന് നോക്കുക. വിസിലടിച്ചതിന് എയറെല്ലാം പോയിട്ട് വേണം കേട്ടോ തുറക്കുക, അതിൽ പൊട്ടിത്തെറിക്കും. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. അപ്പോഴത്തേക്ക് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് അരിയുകയാണ്. അങ്ങനെ എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞ് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്, പരിപ്പിൻ്റെ വിസിൽ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് തന്നെ പരിപ്പ് കുറച്ച് അധികം വന്നിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ സാവധാനത്തിൽ അതിലേക്ക് ഇടുന്നു. ഓരോന്നോരോന്നായിട്ട് ഇടുന്നില്ല, എല്ലാം കൂടി വാരി വലിച്ച് അതിലേക്ക് ഇടുന്നു. ഈ വെജിറ്റബിൾസ് ചിലവരെല്ലാം കൂടി ഒന്നിച്ചിടുകയും ചെയ്യും. ചിലവർ വെണ്ടയ്ക്കയും തക്കാളിയെല്ലാം വേറെ തന്നെ വഴറ്റി അങ്ങനെയെല്ലാം ഇടുന്നുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് തന്നെയാണ് ഇടുന്നത്. വെന്ത് പോകാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നു വെണ്ടയ്ക്കയെല്ലാം വേറെ തന്നെ ഇതാക്കുന്നത്. ഇപ്പം പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നു. മിക്സാക്കി കൊടുത്തതിന് ശേഷം ആദ്യം കുക്കർ ക്ലോസ് ചെയ്ത് ഒരു വിസിലടിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പം വിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ നോക്കാം, അരപ്പിൻ്റെ കാര്യം നോക്കാം, തേങ്ങ അരപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് തണിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അരച്ച് വെച്ച സാധനം ഒഴിക്കുകയാണ്. നമ്മുടെ മറ്റേ വെജിറ്റബിൾസ് വേവിക്കാൻ വെച്ചതിനകത്ത് അത് തുറന്ന് വിസിലെല്ലാം പോയി എയറെല്ലാം പോയി തുറന്ന് അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു. പിന്നെ പാത്രം വടിച്ച് മറ്റേ ജാറിൽ കുറച്ച് വെള്ളമാക്കി അതൊക്കെ തുടച്ച് വാരി അതിനകത്തേക്ക് വീണ്ടും ഒഴിക്കുന്നു. എന്നിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസിൽ നിന്ന് വാങ്ങി വെക്കുന്നു. എന്നിട്ട് നമ്മുടെ പഴയ ചീനച്ചട്ടി എടുക്കുന്നു. നമ്മൾ പഴയ ചീനച്ചട്ടി എടുത്തിട്ട് പഴയ ചീനച്ചട്ടി ചൂടാവാൻ വെക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നു. നമ്മൾ കടുകിട്ടു. അത് ശകലം പൊട്ടാൻ തുടങ്ങുമ്പോൾ വെളിച്ചെണ്ണ ചൂടായില്ല, അതുകൊണ്ട് കടുക് പൊട്ടുന്നില്ല. ഗൈസ്, വെളിച്ചെണ്ണ ചൂടാകാതെ അമ്മ കടുകിട്ടു, കടുക് പൊട്ടുന്നില്ല. ഇങ്ങനത്തെ മന്നത്തരം എടുക്കാറുണ്ടോ? അടുത്തതായി ഉലുവ ഇട്ടു, ആ കടുക് ഇതുവരെ പൊട്ടിയില്ല. കാത്തിരിപ്പിന് വിരാമമിട്ട് കടുക് പൊട്ടി ഗൈസ്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് തന്നെ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. കുറേയൊന്നും ചേർക്കരുത്, ആവശ്യത്തിന് മാത്രം ചേർക്കുക. അത് നമ്മൾ അതിലേക്ക് ഇട്ട് അത് ഒന്ന് ആ പച്ചമണം മാറാൻ വേണ്ടി വെക്കുന്നു. സാമ്പാറിലേക്ക് ഒഴിക്കുന്നു, ആവി പറക്കുന്നു. ഇതൊക്കെ നമ്മുടെ അമ്മമാരുടെ സ്റ്റൈലാണ്. അതിനകത്തേക്ക് എല്ലാം റെഡി. ഓക്കെ, ഗ്യാസ് ഇതുവരെയായിട്ട് ഓഫാക്കില്ല. ഗ്യാസ് ഇവിടെ കത്തി കഴിയുന്നതാണ്. ഓഫാക്കിക്കൂടെ, വെള്ളം ചോദിച്ചത്. അപ്പോൾ ഗൈസ്, നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇതാണ് നമ്മുടെ വറുത്തരച്ച സാമ്പാർ. ഓക്കെ, സെറ്റിലായി. അപ്പോൾ ഓക്കെ. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയത് അതിൻ്റെ അകത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിൽ, പറയാൻ മറന്നു. സോറി ഇടാം. നമ്മൾ കറിക്ക് വറുത്തെല്ലാം ഇടുന്നതിന് മുന്നേ ആയിട്ട് തിളക്കും പാന്നിട്ടാണ് നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നത്. പിന്നെ ഞാനും അമ്മയും കൂടി ഇരുന്ന് ഇഡലി തട്ടുകയാണ്. എന്നെ കണ്ടാൽ പറയാൻ ഞാൻ 4 ഇഡലിയാണ് ആയിരുന്നു തട്ടുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.